നമ്മൾ ചുമ്മാ ഡെയിലി ലൈഫിൽ ഓട്ടവും ചാട്ടവും ഈ മൂന്നാം നിലയും ചാടുന്നതൊക്കെ അതൊക്കെ ഒരു റിഹേഴ്സലല്ല. ഇതൊക്കെ നമ്മൾക്ക് ചെറുപ്പം മുതലേ ഒരു പിള്ളേര് ചെയ്യുന്ന. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പടത്തിന്റെ ഡയറക്ടറുടെ മോൻ അവൻ 7ാം ക്ലാസ്സിലാണ്. ഞങ്ങൾ മൂന്നാം നിലയുടെ മോളിൽ നിന്ന് ക്രിക്കറ്റ് കളിക്കുക പ്ലാസ്റ്റിക് ബോളിൽ. ഇവൻ ബോൾ ചെയ്യും, മുട്ടിയിട്ട് താഴെ പോയി കഴിഞ്ഞാൽ ഞാൻ താഴേക്ക് നോക്കുമ്പോഴേക്കും അവൻ താഴെ എത്തിയിട്ടുണ്ടാവും. ഈ ബോൾ എടുത്ത് വന്നിട്ട് അവൻ അടുത്ത ബോൾ ചെയ്യും. നമുക്ക് ആലോചിക്കാൻ പറ്റുമോ ചേട്ടാ? കുട്ടിക്കാലത്താവുമ്പോഴത്തേക്ക് നമുക്ക് ഇൻഹിബിഷൻസ് ഒന്നുമില്ല. ഇല്ല. അപ്പൊ അതേപോലെയാണ് ഒരു ആക്ടർ ആവേണ്ടത്. എപ്പോഴും ഇൻഹിബിഷൻസ് ഒരു ആക്ടറിന് ഉണ്ടാവാനേ പാടില്ല. അവന് ഇപ്പൊ ഇവിടുന്ന് ചാടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടണ്ടേ ലൊക്കേഷനില്. അത് ചാടുക എന്ന് പറയുന്ന അതിനൊക്കെ കൂടിയിട്ടാണ് ആക്ടർ ആവുന്നത്. ഞാനൊരു ആക്ടർ ആവാൻ ആഗ്രഹിച്ചത് ഇതിൻ്റെ അക്കാഡമിക്കായിട്ടുള്ള ഒരു അഭിനയ രീതി കണ്ട് അക്കാഡമിക്കായിട്ടൊരു ആക്ടർ ആവുക എന്നുള്ളതല്ല. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കണ്ടു വിസ്മയിച്ചിട്ടുള്ളത് ലാലേട്ടൻ്റെ ചാട്ടവും ഓട്ടവും, ഈ പറഞ്ഞ 2ാം നിലയിൽ നിന്ന് കാറിൻ്റെ മുകളിലേക്ക് ചാടുന്നതും അവിടെ നിന്ന് ലോറിയുടെ മുകളിലേക്ക് കയറുന്നതും, ഈ ബോംബെ നഗരത്തിലെ ആ മഞ്ഞ ടാക്സി ഇല്ലേ അതിന്റെ മുകളിൽ കൂടെ ഓടി നടന്ന് ഫൈറ്റ് ചെയ്യുന്നതും, അങ്ങനെ ഓടാനും ചാടാനും ഒക്കെ കണ്ട് അട്രാക്റ്റഡ് ആയതാ. മമ്മൂക്കാനിൽ നമ്മൾ അട്രാക്റ്റഡ് ആവാത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് അധികം ചെയ്തിട്ടില്ല. സീരിയസ് അക്കാഡമിക് ലെവലിലുള്ള പെർഫോമൻസ് ആയിരുന്നു നമുക്കവിടെ. കൂടുതൽ കുട്ടികൾ അട്രാക്ട് ചെയ്യിപ്പിക്കുന്നത് ഈ ചാട്ടോ ഓട്ടോ ആണ് ചെറുപ്പത്തിൽ, തലകുത്തി മറിച്ചിലും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു വരുന്ന ഒരാള് പടത്തിൽ അങ്ങനത്തെ അവസരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഡൂപ്പ് ഇടാനോ അല്ലെങ്കിൽ റോപ്പ് ഇടാനോ സമ്മതിക്കുമോ? റിയൽ ലൈഫിൽ ഇപ്പൊ നമ്മൾ ആ വള്ളി പിടിച്ച് കയറാൻ നമ്മൾ മെനക്കെടുമില്ല. അങ്ങനെ കയറാൻ നിൽക്കുകയാണെങ്കിൽ ഒരാൾ എടാ പറഞ്ഞ കയറരുത് എന്ന് പറഞ്ഞിട്ട് ഇനി എങ്ങനെ നമ്മൾ കൈതട്ടി വീണ് കഴിഞ്ഞാൽ അത് തന്നെ ലോകാവസാനം വരെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇല്ലേ? അപ്പൊ അയാൾ കൂടി പെർമിഷൻ ഉള്ളത് ആ ടേക്കിന്റെ ഇടയിൽ മാത്രമാണ്. അപ്പൊ ഇമ്മൽ പരിപാടി. പിന്നെ നമ്മൾ കാണുന്നത് മിഷൻ ഇമ്പോസിബിളില് നമ്മുടെ ടോം ക്രൂസ് അവിടുന്ന് ചാടി കാലൊടിക്കുന്നത്, അതൊക്കെയാണ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി അഡിക്ഷൻ ആണ്. അത്ര വലിയ അഡ്വഞ്ചർ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല ആക്ച്വലി. പുള്ളി ബൈക്ക് ഓടിച്ചിട്ടൊക്കെ പോയി കാണിക്കുന്ന ഓരോ കാട്ടായങ്ങള് ഒരെണ്ണം അങ്ങനെ ചെയ്യണം. ചേട്ടാ, ഞാൻ പണ്ട് കേട്ടിട്ടുള്ള ഒരു കോട്ടാണ്, ഈ പിള്ളേരായിരിക്കുമ്പോൾ ഇൻഹിബിഷൻസ് കാണില്ല എന്ന് പറഞ്ഞിട്ട് ഇത് പെട്ടെന്ന് മനസ്സിൽ വന്നതാണ്. നമ്മൾ ഈ കുട്ടികളായിരിക്കുന്ന സമയത്ത് പിള്ളേർ മഴ കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങി കളിക്കും. എന്നാൽ പ്രായം കൂടുന്തോറും ഇങ്ങനെയുള്ള നമ്മുടെ കൈ പതുക്കെ ഇങ്ങനെയാവും. നമ്മൾ മഴ പെയ്താൽ പനി പിടിക്കും എന്നുള്ളൊരു തോട്ടിൽ വന്നിട്ട് നമ്മുടെ ആ ഒരു ഫ്രീ സ്പിരിറ്റ് എവിടെയൊക്കെയോ വെച്ച് ജീവിതത്തിൽ നമ്മളെ ആൾക്കാരും നമ്മുടെ സാഹചര്യങ്ങളും ഒക്കെ പഠിപ്പിച്ച് ഇങ്ങനെ ആവണം. നമ്മൾ ഒരിക്കലും അങ്ങനെ തിങ്ക് ചെയ്യുന്ന ആൾ തന്നെ ഇപ്പൊ നമ്മൾ കുറച്ച് കഴിഞ്ഞ് നമ്മൾ അങ്ങനെ തിങ്ക് ചെയ്യും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സൈക്കിളാണ്. അത് ഓരോ പ്രായത്തിനനുസരിച്ച് നമ്മളിപ്പോ തിരിച്ച് ആ കുട്ടിയിലേക്ക് പോകുന്നതാണ് ചേട്ടൻ പറയണത്. തിരിച്ച് ആ കുട്ടിയല്ല, ആക്ടറിൽ എപ്പോഴും ആ കുട്ടി ഉണ്ടായിരിക്കണം. അതായത് കുട്ടീനെ പോലെ ബോധമില്ലായ്മയല്ല, ഇൻഹിബിഷൻസ് ഇല്ലാതെ ഇതെല്ലാം കോൺഷ്യസും ആയിരിക്കണം, എന്നാൽ കോൺഷ്യസ് അല്ലാതെ ഇരിക്കണം. ഈ ആക്ടർ ക്യാമറ ഉള്ളതായിട്ട് അവിടെ ഭാവിക്കാനും പാടില്ല, എന്നാൽ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുമാണ് അത് ചെയ്യുന്നത് എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനമാണ്. ബാലൻസ് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ക്യാമറയിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത്, എന്നാൽ അവിടെ ക്യാമറ ഉള്ളതായിട്ട് നമുക്ക് നമ്മുടെ മുഖത്ത് വരാനും പാടില്ല, നമ്മുടെ ബിഹേവിയർ വരാനും പാടില്ല. ഒരു ക്യാമറ അവിടെ ഓപ്പൺ ആണെങ്കിൽ നമ്മൾ കോൺഷ്യസ് ആവില്ലേ? അപ്പോൾ ആ കോൺഷ്യസ്നെസ് അറിയാനും പാടില്ല നമ്മുടെ ഫേസിൽ, എന്നാൽ ആ കോൺഷ്യസ്നെസ് അവിടെ വേണം. ക്യാമറ എവിടേക്കാണ് മൂവ് ചെയ്യണത്, നീ ക്യാമറയുടെ ഏത് ആംഗിളിലാണ്, നീ ഇപ്പോൾ ക്യാമറയുടെ ഏത് ഭാഗത്താണ്, എങ്ങനെ ചെയ്താലാണ് ക്യാമറയിൽ നന്നായി വരിക എന്നുള്ളത് അറിയും വേണം.